നാട്ടിലേക്ക് എത്തിയതിന് ശേഷമുള്ള ഫസ്റ്റത്തെ പുറത്തേക്ക് ഇറങ്ങലാണ് കേട്ടോ ഇത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിന്. നിഷാനോട് ഈ ഉണ്ടോയെന്ന് ചോദിച്ച് എൻ്റെ കണ്ടൻറ്റ് ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ബാങ്കിൽ കയറിയൊക്കെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഒരു തിന്നോടത്ത് കയറി ചെന്നത് കൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് ലഡു തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളും അത് വാങ്ങണോ വാങ്ങണ്ടേ ആലോചിച്ച് വാങ്ങിക്കോ മക്കളെ എന്ന് പറഞ്ഞ ഡയലോഗ് കേട്ടതുകൊണ്ട് മാത്രമേ നമ്മൾ വാങ്ങിട്ടോ. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തി വലിയ അപ്പുറത്തേക്ക് നോക്കണ ഇന്നേട്ടങ്ങൾ കാണുന്നത്. എവിടേക്കെങ്കിലും പോകുമ്പോൾ ഷൂട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, അത് അയക്കേണ്ടി വരും. അയച്ചിട്ട് കിട്ടുന്നത് ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. പിന്നെ ബാങ്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ജാംജു മാർട്ട് കട പോയിനത്. ആ പോണീൻ്റെ ഇടയ്ക്ക് നമ്മളെ നാട്ടിൽ ഒരു പുഴയുണ്ട്, അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സാധനം വാങ്ങാനൊന്നുമില്ല, ബട്ട് വെറുതെ പോകാമെന്നുള്ള പ്ലാനിലാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായി. ഞങ്ങൾ ലിച്ചിൻ്റെ 2 ഡ്രിങ്ക്സ് വാങ്ങി കുടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറങ്ങാൻ കയറിയിട്ടുണ്ടായിനെ. പ്രൊഫഷണൽസ് തിരയണമാതിരി തിരയണത് വെറും തെരച്ചിലും ഷോ ഓഫും മാത്രമാണ്. എനിക്കങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് അറിയില്ല, ബട്ട് എങ്ങനെയൊക്കെ തെരിഞ്ഞ് കേടില്ലാത്തൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പി ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, അപ്പോൾ ഇപ്പി എടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതും വാങ്ങിങ്ങാണ്ട് നേരെ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിക്കേനി. കോഫി കുടിക്കണം എന്നായിരുന്നു ആഗ്രഹം, ബട്ട് ക്ലൈമറ്റ് അതിന് സമ്മതിക്കുന്നുണ്ടായില്ല, ഭയങ്കര ചൂടേനി. അപ്പോൾ ലൈമിൽ ഒതുക്കി പിന്നെ അവിടുത്തെ എൻ്റെ ഫേവറേറ്റ് പപ്സും കഴിച്ച് ഓളൊരു പോക്കറ്റ് ഷവർമയും കഴിച്ചിട്ടാണ് നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങി. പിന്നെ ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വളരെയധികം കൂടുതലായതുകൊണ്ട് കുറേ നേരം കാത്തിക്കേണ്ടി വന്നിട്ടോ. കുറേ നേരം കാത്തുനിന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു നെല്ലിക്കയും കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉപ്പിലിട്ടത്. അതും കഴിച്ച് നിന്നപ്പോഴേക്കും നമ്മളെ ബസ് വന്ന് പിന്നെ ബസ്സിലും കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ കഴിച്ചിട്ട് ബൈ ബൈ.